ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവവചനത്തിന് അസാധാരണമായ ശക്തിയുണ്ട്. ഈ ശക്തി നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വെളിപ്പെടുവാനായിട്ട് നാം എന്താണ് ചെയ്യേണ്ടുന്നത്? ശക്തിയുണ്ട് എന്ന് പറയുമ്പോഴും പലരുടെയും ജീവിതത്തിൽ ഈ വചനത്തിൻ്റെ ശക്തി അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെടുന്നില്ല. ചിലർ പറയുന്നത് കേട്ടിട്ട് അവിടെ പോയാൽ മറുപടി കിട്ടും, അവിടെ പോന്നു, ഇവിടെ പോയാൽ മറുപടി കിട്ടും, ഇവിടെ പോന്നു. അങ്ങനെ ഓടി നടന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുന്നു, പണം നഷ്ടപ്പെട്ടു പോകുന്നു. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. പിന്നെ ചില ദൈവദാസന്മാർ അല്ലെങ്കിൽ ചില പ്രസംഗകർ പറയുന്നു, ഇപ്പോൾ ചില വിടുതലുകൾ സംഭവിക്കുന്നു, ഒന്നും നടക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ ആൾക്കാർ പറയുകയാണ്, ഇതൊക്കെ വെറുതെയാണ്, ഇതിൻ്റെ അകത്തെങ്ങും കാര്യമില്ല. നമ്മൾ വഞ്ചിക്കപ്പെടരുത്, നമ്മൾ ചതിക്കപ്പെടരുത്. ഇന്ന് ഈ ഒരു തിരുവചന സന്ദേശത്തിലൂടെ ദൈവവചനത്തിൻ്റെ ശക്തി പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ പ്രവഹിക്കും, അതിന് ഘട്ടം ഘട്ടമായി നാം ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. അതിനാധാരമായി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ യോഹന്നാൻ അപ്പോസ്തലന് സംഭവിച്ചൊരു കാര്യമാണ്. അവിടെ അദ്ദേഹം ഒരു പുസ്തകം കഴിക്കുകയാണ്. കഴിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ അത് മധുരവും വയറ്റിൽ കയ്പായി മാറുന്നു. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്, നീ ഇനിയും അനേക ജാതികളോടും രാജ്യങ്ങളോടും വംശങ്ങളോടും രാജാക്കന്മാരോടുമൊക്കെ പ്രവചിക്കണം എന്ന് പറഞ്ഞാൽ ഒരു റിസൾട്ട് ഉണ്ടായി. അപ്പം ഇത് ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? അപ്പം ഇതിൽ നിന്ന് ധാരാളം ആത്മീക ചിന്തകൾ നമുക്ക് ലഭ്യമാണ്. പക്ഷെ പല സമയത്തും നമ്മൾ ഇതങ്ങ് ശ്രദ്ധിക്കാതെ പോവുകയാണ്. പ്രാർത്ഥനയോടെ നാം ഇത് ശ്രദ്ധിക്കാൻ തയ്യാറായാൽ ഈ ഒരു ആത്മീക ചിന്തകൾ അല്ലെങ്കിൽ ഈ വചനത്തിൽ നിന്നുള്ള ഭാഗങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് വലിയ രൂപാന്തരവും മാറ്റവും വരുത്തും. കഴിഞ്ഞ ദിവസം എന്നെ US നിന്ന് ഒരു ബ്രദർ വിളിച്ചു. അദ്ദേഹം നമ്മുടെ മെസ്സേജ് സ്ഥിരമായി കേൾക്കുന്ന ഒരാളാണ്. അദ്ദേഹം വിളിച്ചത് പ്രാർത്ഥനാ വിഷയങ്ങളൊന്നും ഷെയർ ചെയ്യാനായിട്ടല്ല. വിളിക്കുന്നവരിൽ 95% ആൾക്കാരും അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയാനാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നുമില്ല. ഒരു വലിയ കുടുംബമാണ്, 5 മക്കളുണ്ട്. 5 മക്കളെന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി, അത്ഭുതവും തോന്നി. അപ്പം അദ്ദേഹം പത്തനംതിട്ടയിൽ തന്നെ ഞാൻ താമസിക്കുന്നതിൻ്റെ കുറച്ച് സമീപത്ത് താമസിച്ചിരുന്ന ഒരാളാണ്. വർഷങ്ങൾക്ക് മുമ്പ് US പോയി. 10, 15, 20 വർഷമായിട്ട് അദ്ദേഹം അവിടെയാണ്. അപ്പം അദ്ദേഹം എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ മെസ്സേജുകളൊക്കെ കേൾക്കുന്നുണ്ട്, എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതാനുഭവം എന്നോട് പറഞ്ഞു. അതാണ് ഞാൻ ഈ മെസ്സേജുമായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു സുപ്രധാനമായ കാര്യമെന്ന് പറയുന്നത്, ഒരു വല്ലാത്ത പ്രതിസന്ധിയിൽ അദ്ദേഹം അകപ്പെട്ടു. ആ അകപ്പെട്ട കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും സമയത്ത് ചില മാസങ്ങൾ ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങളിൽ ഒറ്റയ്ക്ക് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ട് ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കാനും അതിൽ തന്നെ ആനന്ദം കണ്ടെത്തുകയും ചെയ്തപ്പോൾ ഭയങ്കരമായ പരിവർത്തനം ജീവിതത്തിൻ്റെ അകത്തുണ്ടായി. ഭയങ്കരമായ മാറ്റങ്ങൾ ജീവിതത്തിൻ്റെ അകത്തുണ്ടായി. നോക്കുക, അദ്ദേഹത്തെ സഹായിക്കാൻ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. തനിയെ ഉയർന്നു വന്ന ഒരാളാണ്. അപ്പം ഇത് തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അകത്ത് ഉണ്ടാകണം. പല സമയങ്ങളിലും വചനത്തിൻ്റെ ശക്തി അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെടാത്തത് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകാത്തത് കൊണ്ടാണ്. ഇനിയും നമ്മൾ പറഞ്ഞ കാര്യത്തിലേക്ക് നമുക്ക് വരാം. വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാനൊന്ന് തിരിക്കുകയാണ്. ഒരല്പം സമയമെടുത്ത് മാത്രമേ ആ ഭാഗം ഒന്ന് വിശദീകരിക്കാനായിട്ട് കഴിയുകയുള്ളൂ.
ഞാനൊന്ന് വളരെ ഷോർട്ടായിട്ട് ഞാൻ പെട്ടെന്ന് പറയാം. നിങ്ങൾക്ക് ബൈബിൾ ഉണ്ടെങ്കിൽ ആ ബൈബിള് ഒന്ന് കയ്യിൽ എടുത്തു വെക്കുക, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അവിടെ യോഹന്നാനോട് സ്വർഗത്തിൽ നിന്ന് ഒരു അരുളപ്പാട് ഉണ്ടാകുകയാണ്. ഉണ്ടാകുന്ന അരുളപ്പാട് ഇങ്ങനെയാണ്: നീ ദൂതന്റെ കയ്യിൽ നിന്ന്, ആ ദൂതൻ എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. നീ ആ ദൂതന്റെ കയ്യിൽ നിന്ന് പോയി ചെറു പുസ്തകം വാങ്ങിക്കുക. അങ്ങനെ യോഹന്നാൻ ദൂതന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നത്, ആ പുസ്തകം നൽകാനായിട്ട് അല്ലെങ്കിൽ തനിക്ക് തരാനായിട്ട് യോഹന്നാൻ അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ തന്നെ അവിടെ എഴുതിയിട്ടുണ്ട്. വേണമെങ്കിൽ യോഹന്നാൻ ആ പുസ്തകം കഴിച്ചു എന്നുള്ളത് മാത്രം രേഖപ്പെടുത്തിയാൽ മതി. പക്ഷേ ദൂതന്റെ കയ്യിൽ നിന്ന് ചെറു പുസ്തകം വാങ്ങി തിന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് 9-ാമത്തെ വാക്യത്തിൽ, ഞാൻ ദൂതന്റെ അടുക്കൽ ചെന്ന് ആ ചെറു പുസ്തകം തരുവാൻ പറഞ്ഞു. അപ്പൊ നോക്കിക്കേ, ഇവിടെ യോഹന്നാൻ ചോദിക്കുകയാണ്. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുവീൻ തുറക്കപ്പെടും. അപ്പം അദ്ദേഹം ശരിക്കും ചോദിക്കുകയാണ്. നമ്മൾ ആത്മീകമായി വളരണമെങ്കിൽ ഒന്നാമത് നമുക്ക് അതിയായൊരു വാഞ്ചയുണ്ടാകണം. മറ്റുള്ളവരുടെ പരപ്രേരണയാലും വിഷയങ്ങൾക്ക് മറുപടി കിട്ടാനും വേണ്ടി മാത്രം നമ്മൾ ഒരിക്കലും ദൈവസന്നിധിയിലേക്ക് പോകല്ല. നമുക്ക് സ്വന്തമായ ഒരു ആഗ്രഹവും അഭിലാഷവും ഉണ്ടാകണം. ഇതിനു മുമ്പ് പല മെസ്സേജുകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദാവീദും ശലോമോനും രണ്ടുപേരെ നമ്മൾ എടുത്താൽ, ശലോമോന് ജ്ഞാനം ഉണ്ടായിരുന്നു, വിവേകം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ അകത്ത് ശലോമോനേക്കാൾ എത്രയോ മുകളിലായിരുന്നു ദാവീദ്. അതിൻ്റെ കാരണം ദൈവത്തോടുള്ള ആഴമായ സ്നേഹവും ആ ഒരു മനസ്സിൻ്റെ ഒരുക്കവുമായിരുന്നു. അപ്പം ഇവിടെ ചോദിക്കുകയാണ്, എനിക്ക് ആ പുസ്തകം തരാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊരാഗ്രഹമുണ്ടോ ജീവിതത്തിൻ്റെ അകത്ത്? ദാഹിക്കുന്ന ഏവനും വരട്ടെ, ഇച്ഛിക്കുന്നവൻ സൗജന്യമായി കുടിക്കട്ടെ. അപ്പം ശരിക്കും ഇച്ഛ നമുക്കുണ്ടാകണം. അതെ, അപ്പം നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹത്തിൻ്റെ അകത്താണ് ദൈവം പ്രവർത്തിക്കുന്നത്. യിരെമ്യാവ് പറയുകയാണ്, ഞാൻ നിന്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നുവെന്നാണ്. യിരെമ്യാവ് 15-16-17 വാക്യങ്ങളിലാണ് ഞാൻ നിന്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും നമ്മൾ ഈ യൂട്യൂബിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സൈറ്റുകളിൽ ഈ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടാനായിട്ട് നമ്മൾ തിരയാറുണ്ടില്ലേ, നമ്മളൊരു അന്വേഷണം നടത്താറുണ്ട്. ശരിക്കും ദൈവവചനത്തിലൂടെ ദൈവസന്നിധിയിൽ ഒരന്വേഷണം നടത്തണം. അപ്പം ഇവിടെ ശരിക്കും സംഭവിക്കുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ, യോഹന്നാൻ ഈ ചെറു പുസ്തകം കഴിക്കുമ്പോൾ യോഹന്നാന്റെ വായിൽ അത് മധുരവും വയറ്റിൽ കയ്പുമായി മാറി. ഈ സത്യത്തിന് 2 മുഖമുണ്ടെന്നാണ് പറയുന്നത്. ഒന്ന്, സത്യത്തിന് സന്തോഷത്തിന്റെ മുഖവും സത്യത്തിന് കയ്പിന്റെ മുഖവുമുണ്ട്. എന്താണ് സന്തോഷത്തിന്റെ മുഖവും കയ്പിന്റെ മുഖവും? സത്യം എല്ലാ സമയവും സന്തോഷം മാത്രമായിരിക്കണമെന്നില്ല. സത്യം ചില സമയങ്ങളിൽ നമ്മളെ വേദനിപ്പിക്കുന്നതാണ്, കയ്പിക്കുന്നതാണ്, ഇല്ലേ? എന്ന് പറഞ്ഞാൽ സത്യനിമിത്തം വേദനപ്പെടേണ്ട അവസ്ഥകൾ ജീവിതത്തിൽ വന്നിട്ടില്ലേ? തീർച്ചയായിട്ടുമുണ്ട്. ഇതേ കാര്യം തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. വായിൽ മധുരമായി ആ പുസ്തകം മാറുന്നു, വയറ്റിൽ ഇത് കയ്പായി മാറുന്നു. ഞാനതിനെ ആക്ഷരികമായ ഒരു അർത്ഥത്തിൽ നിന്ന് ഒരാത്മീക തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോവുകയാണ്. ദൈവത്തിൻ്റെ വചനം ഒരേ സമയം അത് സന്തോഷം തരുന്നതാണ്, നമ്മെ വേദനപ്പെടുത്തുന്നതാണ്. ഈ വേദനപ്പെടുത്തുന്ന ഭാഗങ്ങളെ ഒഴിവാക്കി യാത്ര ചെയ്യാനാണ് പല സമയത്തും നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്താണ് ഞാൻ ആ പറഞ്ഞതിൻ്റെ കുറച്ചുകൂടെ വ്യക്തമായ അർത്ഥം ഞാൻ നിങ്ങളോട് പറയാം. 119-ാം സങ്കീർത്തനത്തിന്റെ 103-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? തിരുവചനം അണ്ണാക്കിന് മധുരമാണ്, തേൻ പോലെ മധുരമാണ്. അപ്പൊ വചനത്തിന്റെ അകത്ത് മധുരമുണ്ട്, അണ്ണാക്കിന് മധുരമാണ്.
പക്ഷേ വൈറ്റിനെ ഇത് കയ്പിക്കുന്നതാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? യിരെമ്യാവ് പറഞ്ഞു, ഞാൻ ഈ പറയുന്ന വാക്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം നിങ്ങളൊന്ന് കേൾക്കുക. യിരെമ്യാവ് പറഞ്ഞു, ഞാൻ കളിക്കാരോടുകൂടെ ഇരുന്നിട്ടില്ല. നിന്റെ കൈ എനിക്ക് നീരസമുണ്ടാക്കിയത് കൊണ്ട് ഞാൻ അതിൽ നിന്നെല്ലാം മാറി നിൽക്കുകയാണ്. കളിക്കാരുടെ കൂട്ടത്തിൽ ഞാൻ ഇരുന്നിട്ടില്ല. അപ്പം എന്താണ് അതിൻ്റെ അർത്ഥം? ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ കിടക്കുന്നത് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞ വാക്യത്തിൻ്റെ തുടർച്ചയാണ്. ആ വാക്യം എന്താണ്? ഞാൻ നിന്റെ വചനം കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് യിരെമ്യാവ് 15:16-17 വാക്യങ്ങളിലാണ്. ഞാൻ ആ വാക്യം ഒന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. അത് എനിക്ക് ഹൃദയത്തിന് ആനന്ദമായി. എന്നിട്ട് 17-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഞാൻ കളിക്കാരുടെ കൂട്ടത്തിൽ ഇരുന്ന് ഉല്ലസിച്ചിട്ടില്ല. നീ എന്നെ നീരസം കൊണ്ട് നിറച്ചിരിക്കിയാൽ നിന്റെ കൈ നിമിത്തം ഞാൻ തനിച്ചിരുന്നു. കണ്ടോ? എന്ത് മനസ്സിലായി? അതാണ് ഞാൻ പറഞ്ഞത്. വ്യക്തിപരമായ ജീവിതത്തിൽ തനിച്ചിരിക്കേണ്ടുന്ന മേഖലകളിൽ ലോകത്തിന്റെ ആനന്ദവും സന്തോഷവും വിട്ടുകളഞ്ഞ് വേദനയുടെ സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ആ വേദനയുടെ സാഹചര്യങ്ങളിൽ നമ്മളെ കർത്താവ് പണിതുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ കഷ്ടതയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അടുത്ത ദൗത്യത്തിലേക്ക് ദൈവം നമ്മളെ നടത്തുകയാണ്. നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് ദൈവവചനം പ്രസംഗിക്കുന്നവർ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ജീവിതത്തിലെ എല്ലാ സുഖങ്ങളിലും ഉയർന്നു വന്നവരാണെന്ന്? ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ സാക്ഷ്യങ്ങൾ എടുത്താൽ കഠിനമായ വേദനയിലും പ്രയാസത്തിലൂടെയും ദൈവം കടത്തിവിട്ട് കഴിയുമ്പോൾ അതിലൂടെ നമ്മളെ ട്രെയിൻ ചെയ്ത് പുറത്തിറക്കുകയാണ്. അപ്പം വായിൽ ഇത് മധുരമായി നിൽക്കുന്നു, വയറ്റിൽ ഇത് കയ്പായി മാറുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? ഇനി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരിക്കൽ കൂടെ ശ്രദ്ധിച്ച് കേൾക്കുക. ശരിക്കും ദൂതന്റെ കയ്യിലെ പുസ്തകം ഇരിക്കുകയാണ്. ഇരിക്കുന്ന പുസ്തകത്തിൽ നോക്കാനല്ല പറയുന്നത്, ഇരിക്കുന്ന പുസ്തകത്തിൽ നീ ആ പുസ്തകം കാണാനല്ല പറയുന്നത്, ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നീ വായിച്ച് കേൾക്കാനല്ല പറയുന്നത്, അത് നീ ഭക്ഷിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം എവിടെങ്കിലും ഇരിക്കുന്നത് കണ്ടതുകൊണ്ടോ, എൻ്റെ പ്രസംഗങ്ങൾ നിങ്ങൾ കേൾക്കുന്നവരാണല്ലോ, എങ്കിലും ഞാൻ ഉള്ള കാര്യം ഞാൻ സത്യമായിട്ട് അങ്ങ് പറയുകയാണ്. കേട്ടോ കേൾക്കണ്ട എന്നൊന്നും പറയുന്നില്ല. പക്ഷേ നമ്മളിത് കേൾക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ അതിനെ ഭക്ഷിക്കുക, നമ്മൾ അതിനെ ജീവിതത്തിന്റെ ഭാഗമാക്കി എടുക്കുക. എങ്ങനെയാണ് ദൈവവചന ധ്യാനം ചെയ്യേണ്ടതെന്നുള്ളതിന് 6-7 പോയിന്റ് വെച്ച ഒരു മെസ്സേജ് എനിക്കൊന്ന് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു, റീഡ്, മെഡിറ്റേറ്റ്, റിഫ്ലക്റ്റ്, അപ്ലൈ, ഈ കുറച്ച് കാര്യങ്ങൾ ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ശരിക്കും ദൈവത്തിന്റെ വചനത്തെ ഹൃദയത്തിന്റെ ഭാഗമാക്കുക, ജീവിതത്തിന്റെ ഭാഗമാക്കുക, ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇത് ചിലപ്പോൾ കയ്പിക്കും. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് നിന്റെ വയറ്റിൽ കയ്പായി തീരുമെന്ന്. എന്താണ് ഈ വചനം? എങ്ങനെയാണ് ഈ കയ്പിക്കുന്നത്? ഈ ശരിക്കും വചനം കയ്പിക്കും. വചനം നമ്മളെ മുറിപ്പെടുത്തും, വചനം നമ്മളെ വെട്ടും, വചനം നമ്മളെ ശുദ്ധീകരിക്കും. വചനം നമ്മളോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കത് വേദനയായി തോന്നും. ഇന്ന കാര്യങ്ങൾ ക്രമീകരിക്കണം, ഇന്നത് മാറ്റണം എന്നൊക്കെ പറയുമ്പോൾ, അതുകൊണ്ടല്ലേ പറഞ്ഞ്, നീ എന്നെ നീരസം കൊണ്ട് നിറച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ കളിക്കാരുടെ കൂടെ ഇരുന്നിട്ടില്ല. ദൈവം എന്തോ ഭയങ്കരമായ വേദന അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ അദ്ദേഹം തനിച്ചായി. അപ്പോഴാണ് വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചത്. അപ്പോഴാണ് അത് ജീവിതത്തിന്റെ അകത്ത് രൂപാന്തരത്തിലേക്ക് വന്നത്. എന്തുകൊണ്ടാണ് പല സമയങ്ങളിലും പലരുടെയും ജീവിതത്തിൽ വചനത്തിന്റെ ശക്തി, ദൈവശക്തി വെളിപ്പെടാത്തത്? അവർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, വേണ്ടതുപോലെ ഇത് ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. അതെ, ആ ഒരു എന്താ പറയുന്നത്, അവർക്ക് ഉയർന്നു വരാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. അല്ലെങ്കിൽ വചനം മുറിപ്പെടുത്തുമ്പോൾ, വചനം എന്താ പറയുന്നത്, ഇത് ചെയ്യുമ്പോൾ വചനം പറയുന്നവനോട് വെറുപ്പാകുന്നു, സത്യസന്ധമായി ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നവനോട് ഇഷ്ടമല്ല.
ഇന്നത്തെ കാലത്ത് അനുഗ്രഹങ്ങളും നന്മകളും വിടുതലുകളും മാത്രം പ്രസംഗിച്ച് വ്യൂസ് കൂട്ടാനും മറ്റു പലതും കൂട്ടാനായിട്ട് ശ്രമിക്കുന്ന എത്രയോ ശ്രമങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ നമ്മുടെ ഒരു വീഡിയോയുടെ താഴെ ഒരു കമന്റിൽ ഒരു സിസ്റ്റർ ആണെന്ന് തോന്നുന്നു ഇട്ടു, ഞാൻ ആദ്യമായി ഈ ദൈവദാസന്റെ പ്രസംഗം കേട്ടപ്പോൾ ആരും കാണില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി, ഒത്തിരി പേര് സത്യസന്ധമായി ദൈവവചനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. സത്യമല്ലേ? ഞാൻ ആദ്യമായി പാപത്തെക്കുറിച്ചും കണ്ണുകളിലൂടെയുള്ള പാപത്തെക്കുറിച്ചും ഒക്കെ ഇട്ടപ്പോൾ ഭയപ്പെട്ടുകൊണ്ടാണ് ഇട്ടത്. എന്തോ ആയി തീരുമെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ദൈവം എൻ്റെ ഹൃദയത്തിൽ എനിക്കൊരു പ്രേരണ തന്നതുകൊണ്ട് ഞാൻ ഇട്ടതാണത്. എനിക്ക് തോന്നുന്നില്ല യൂട്യൂബിൽ പോലും കണ്ണുകളിലൂടെയുള്ള പാപം ഇതൊന്നും ആരും പ്രസംഗിച്ചല്ലെങ്കിൽ വളരെ റെയറായിട്ട് മാത്രമേ അതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നുള്ളൂ. അപ്പൊ ശരിക്കും ഇത് വയറ്റിനെ കയ്പിക്കുന്നതാണ്, ജീവിതത്തിലേക്ക് കയ്പ് കൊണ്ടുവരുന്നതാണ്. പക്ഷേ വചനം നമ്മളെ കയ്പിച്ചാലും വചനത്തിനൊരു റിസൾട്ട് ഉണ്ടാകും. റിസൾട്ട് ഇല്ലെങ്കിൽ ആ പ്രസംഗം ദൈവികമല്ല. കേൾക്കുന്ന വചനം ജീവിതത്തിൻ്റെ അകത്തൊരു റിസൾട്ട് കൊണ്ടുവരുന്നില്ലെങ്കിൽ ആ പ്രസംഗം വെറുതെ വെള്ളത്തിൽ വരച്ച വര പോലും മാത്രമേ ഉള്ളൂ. ശക്തനായ ഒരു പ്രവാചകനായ യെഹെസ്കേൽ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 2-ന്റെ ഏറ്റവും ഒടുവിലും 3-ന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ എഴുതിയിരിക്കുകയാണ്. യെഹെസ്കേലിനോട് ദൈവം പറഞ്ഞു, ഒരു ചുരുൾ കാണിച്ചു കൊടുത്തു. അകത്ത് എഴുത്തൊക്കെയുള്ള വിലാപങ്ങളും കഷ്ടതകളും ഒക്കെയുള്ള ഒരു ചുരുൾ കാണിച്ചിട്ട് പറഞ്ഞു, നീ ഇത് കഴിക്കാൻ പറഞ്ഞു. ഇത് നിന്റെ വായിൽ മധുരമാകും, വയറ്റിൽ കയ്പാകും. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് യെഹെസ്കേൽ ഇത് വാങ്ങി തിന്നു കഴിഞ്ഞപ്പോൾ പറയുകയാണ്, എങ്ങനെയുള്ള മനുഷ്യരാണെന്നറിയാമോ? കഠിനമായ നെറ്റിയുള്ളവരും കഠിനമായ ഹൃദയമുള്ളവരുടെയും അരികിലേക്കാണ് ഞാൻ നിന്നെ അയക്കുന്നത്. കണ്ടോ, ശുശ്രൂഷ വെളിപ്പെട്ടു. മനസ്സിലായോ? ആത്മിക ശുശ്രൂഷകൾ വെളിപ്പെട്ടു. നമ്മൾ ആരെങ്കിലും ഒന്ന് തലേ കൈവച്ചിരുന്നെങ്കിൽ ഒരു വിടുതൽ കിട്ടിയേനേമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കുകയാണ്. ഏതെങ്കിലും ഒരു പ്രവാചകൻ വന്ന് എന്നെ ഒന്ന് ആട്ടിക്കുലുക്കിയിരുന്നെങ്കിൽ എനിക്കൊരു വിടുതൽ കിട്ടിയേനെന്ന് വിചാരിക്കുക. നല്ലതാണ്, നമ്മളൊക്കെ ആ ശുശ്രൂഷ ചെയ്യുന്നവരാണ് കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറയുക. ചിലരോടൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ തന്നെ അവർ പറയും, ഒരു 5000 രൂപ ഇങ്ങോട്ട് അയച്ചേരെ, പ്രാർത്ഥിച്ചേക്കാം. അപ്പൊ നമ്മൾ 5000 കൊടുത്തു, 10000 കൊടുത്തു, 15000 കൊടുത്തു, 20000 കൊടുത്തു. അവസാനം വീട് പോയി, ആധാരം പോയി, പ്രമാണം പോയി, എല്ലാം പോയി. ലാസ്റ്റ് നമ്മൾ പറയുകയാണ്, പാസ്റ്റർമാരെല്ലാം കള്ളന്മാരാണ്, ദൈവദാസന്മാരെല്ലാം കള്ളന്മാരാണ്. ഞാൻ പറയാം, വെറുതെ വഞ്ചിക്കപ്പെടരുത്. യോഹന്നാനോട് പറയുകയാണ്, നീ ഇത് ഭക്ഷിക്കുക. ഇത് കാണാനുള്ളതല്ല, ഇത് കേൾക്കാനുള്ളതല്ല, ഇത് മാറ്റിവെക്കാനുള്ളതല്ല, ഇത് അനുഭവിക്കാനുള്ളതാണ്. അദ്ദേഹം അത് ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ വായിൽ മധുരമായി, വയറ്റിൽ കയ്പായി. അവിടെ കൊണ്ട് തീരുന്നില്ല. വയറ്റിൽ കയ്പായി കഴിഞ്ഞപ്പോൾ ഏറ്റവും ഒടുവിൽ പറയുക, നീ ഇനിയും ജാതികളെക്കുറിച്ച്, രാജ്യങ്ങളെക്കുറിച്ച്, അതേ പട്ടണങ്ങളെക്കുറിച്ച് പ്രവചിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ നിന്റെ ശുശ്രൂഷ തീർന്നിട്ടില്ല. ഈ പത്മോസ് കൊണ്ട് നിന്റെ ജീവിതം അവസാനിക്കേണ്ടതല്ല. സത്യത്തിൽ ഇദ്ദേഹം മരണത്തെ മുഖാമുഖം നോക്കി കിടക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ നിങ്ങൾ നോക്കിയാൽ 11-ാം അധ്യായം മുതൽ, വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം മുതൽ മുൻപോട്ട് ശക്തമായ പ്രവചനമാണ് ജാതികളെക്കുറിച്ച്, രാജ്യങ്ങളെക്കുറിച്ച്, പട്ടണങ്ങളെക്കുറിച്ച്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കയ്പും മധുരവും വചനത്തിന്റെ 2 ഭാഗങ്ങളാണ്. അനുഗ്രഹം മാത്രമല്ല, വേദനിപ്പിക്കുന്ന സന്ദേശങ്ങൾ നമ്മളെ പണിയുന്നതാണ്. എസ്തർ രാജ്ഞി രാജസന്നിധിയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യത്തെ കുറച്ച് നാളുകൾ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6 മാസം മൂറിലുള്ള ശുദ്ധീകരണമാണ്. അടുത്ത 6 മാസം സുഗന്ധദ്രവ്യങ്ങളിലുള്ള ശുദ്ധീകരണമാണ്. ഞാൻ വായിച്ചു പോയൊരു ഓർമ്മയാണ് കേട്ടോ. അപ്പം ഈ മൂറെന്ന് പറയുന്നത് കയ്പാണ്. അപ്പോൾ കയ്പിലും സുഗന്ധത്തിലുമുള്ള ശുദ്ധീകരണം. അപ്പം ഈ കയ്പിലൂടെയുള്ള ശുദ്ധീകരണത്തിലും പോകുമ്പോഴും ഒരു പ്രതീക്ഷ, അടുത്ത സുഗന്ധം വരുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. അപ്പം ഈ കയ്പിലും സുഗന്ധദ്രവ്യങ്ങളിലുമുള്ള ശുദ്ധീകരണം കഴിഞ്ഞതിന് ശേഷമാണ് രാജസന്നിധിയിൽ അടുത്ത രാജകുമാരിയായി പോകുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, സ്നേഹിതരെ, ഞാൻ ദൈവത്തിന്റെ വചനത്തിന്റെ അകത്ത് നിങ്ങളോട് പറയാം, കയ്പും മധുരവും ജീവിതത്തിന്റെ മേഖലകളിൽ ദൈവം തരുമ്പോൾ അതിലൂടെ ദൈവം നമ്മോട് ഇടപെടുകയാണ്, ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്, ദൈവം നമ്മളെ പണിയുകയാണ്.
അനുഗ്രഹം മാത്രമല്ല, വിടുതലുകൾ മാത്രമല്ല, കർത്താവിന് സ്തോത്രം, ലഭ്യമായ ആത്മീക ആ ഒരു സന്തോഷം അനുഭവിച്ചുകൊണ്ട് വചനത്തിന്റെ ശക്തി ജീവിതത്തിൽ പൂർണ്ണമായും വെളിപ്പെടുവാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലെസ് യു.